ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ഒരു കിറ്റ് വാങ്ങിയാണ്. കുറേ കാലമായി വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്ന സാധനമാണ്. അപ്പം വാങ്ങി. അപ്പം അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് സാധനം. കൊള്ളാമോ? കമൻറ്റ് ചെയ്യുന്ന കൊള്ളാന്ന്. അപ്പോൾ ഓപ്പൺ ചെയ്താലോ? കത്തുക അവിടെ. പിടിക്കാനാണ് പാട് പപ്പ. ഞങ്ങൾ പഴനി പോയി. ഇതെന്തെങ്കിലും കഷ്ടമാണോ? രാവിലെ ഇറക്കി കട്ട് ചെയ്യ കിട്ടുമോ? ഇതിന് താഴെ കട്ട് ചെയ്യേ. ഇവിടെ ചെയ്ത് ഇവിടെ ഇത് ഇങ്ങനെ കുളിക്കാനുള്ള സംഭവം ഉണ്ടോ? ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇനി വേണമെങ്കിൽ ഇത് വീണ്ടും ഒട്ടിക്കാം. ഇതൊരു പെൻസിൽ സെറ്റാ. എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലുണ്ട് ഇതുപോലത്തെ നല്ല ഡോംസിൻ്റെ നല്ല സ്കെച്ചും കിട്ടി. ഇതിൻ്റെ ഒരു സെറ്റ് ഉണ്ട്. ഇത് വാങ്ങണോന്ന് നോക്കിയിരിക്കാൻ മതി. നല്ല സാധനം, എനിക്കിഷ്ടമാണ്. സൂപ്പർ അല്ലേ? ഇതിന് 50 രൂപ എങ്ങണ്ടാ? 30 രൂപ. ഇതിന് 30 രൂപയാണ് കിറ്റായതുകൊണ്ട്. പക്ഷേ പിന്നെ ഒരു പെൻസിൽ, പിന്നെ ഒരു കട്ടർ ഉണ്ട്. നല്ല അടിപൊളി കട്ടറാണ്. നല്ല അടിപൊളി കട്ടറും ഉണ്ട്. ഒരു റബ്ബറുണ്ട്. ഈ റബ്ബർ നല്ല റബ്ബർ, എനിക്കിഷ്ടമാണ്. ഇതിനൊരു ഇതുണ്ടോ അപ്പം? ഞങ്ങൾ പിള്ളേൻ്റെ പണിയാണ്. ഇതിനകത്ത് കാണുമൊന്നുമില്ല. പിന്നെ എൻ്റെ ഇവിടെ ഈ പല്ലിൻ്റെ ഓട്ട വന്നു തുടങ്ങിയാണ് ഉണ്ടാകും. അതപ്പോൾ ഇന്ന് പല്ലാശത്തിൽ പോയി അതും കൂടി അരച്ചിട്ടുണ്ടാക്കാം. ഇവിടെ സീൽ ചെയ്തു. അത് സീൽ ചെയ്താണ്. ഇതൊക്കെയാണ് സാധനം. ഇതിൻ്റെ ഓപ്പൺ. ഇതിനകത്ത് പിന്നെ ഒരു കട്ടറും കിട്ടും. എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലുണ്ടായതാണ്. പിന്നെ ഇതിനകത്ത് കട്ടറും കിട്ടും. ഇതിൻ്റെ പെൻസിലിൻ്റെ അളവ് കുറഞ്ഞ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇതിപ്പോൾ ഇത് ഇത്ര ആയെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ സാധനം കെട്ടിയിട്ടാൽ വലുതായി നമുക്ക് വരയ്ക്കാൻ പറ്റില്ലേ? അതിനെ ഈ സംഭവം തന്നെ. പിന്നെ പേനയുടെ ഗ്യാപ്പായി വേണമെങ്കിൽ ഉപയോഗിക്കാം. പെൻസിലിനൊക്കെ കെട്ടിയിടാം. പെൻസിലിന് ഇടാൻ പറ്റുമല്ലോ. ഇതെവിടെ? പിന്നെ ഇത് കൂമ്പിക്കാൻ വേണ്ടി നല്ല അടിപൊളി കട്ട. പെൻസിൽ നമ്മൾ എഴുതി ഇങ്ങനെ കുറച്ചാവില്ലേ? ഇത് കുറച്ചിങ്ങനെ ആവില്ലേ? അപ്പോൾ ഇത് കെട്ടി ഇട്ടാതെ ഇങ്ങനെ നേരെ കൂടുതൽ സൈസ് വന്ന പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് വായിക്കാം സിമ്പിളായിട്ട്. അതുപോലത്തെ സാധനമാണ് ഇത്.
അപ്പോൾ ദേ ഇതാണ് സെറ്റ്. പിന്നെ ഈ കളർ പെൻസിൽസിലുള്ള ഒരു കുഴപ്പം സ്കിൻ കളർ ഉണ്ടാവില്ല, അതൊരു കുഴപ്പമാണ്. പക്ഷെ അതിനുള്ള ടെക്നിക്ക് ഇതിനകത്തുണ്ട്. ഓറഞ്ച് കളർ ലൈറ്റായി അടിച്ച സ്കിൻ കളർ കിട്ടും. അത് ഞാൻ അടുത്താണ് മനസ്സിലായത് കുറച്ച് മുമ്പ്. ഈ ഓറഞ്ച് കളർ സ്കിൻ കളറാണ്. അതവിടെ എടുത്ത് അപ്പം ഇത് കയറ്റിയിട്ട് ഇനി അടുത്ത സാധനം കട്ടത്തെ. ഇതേ അമ്മ ഇതിൽ കൂടെ ഓടിയെടുക്കുന്നുണ്ട്. അമ്മ ഇതിൽ കൂടെ ഓടിയൊക്കെ നോക്കുന്നുണ്ട്. ഇവിടെ എവിടെയോ ഈച്ച കിടന്ന് കാണാണ്ട്. ആ അതിൻ്റെ ശബ്ദം കേൾക്കാല്ലേ? ആ അത് അതിൻ്റെയാ. ഇങ്ങനെ ഈ ചപ്പ ശബ്ദം കേൾക്കണ ശബ്ദമാണ്. ഇത് തുടക്കാനും പാടാണ് എൻ്റെ പേര്. അല്ല പിന്നെ നമ്മളെ തകളി ഇതിനകത്ത് 6 കളറാണ്. യെല്ലോ, ബ്ലൂ, റെഡ്, ബ്രൗൺ, ഗ്രേ, ബ്ലാക്ക്. ഉള്ളിൽ ഇതേ പാറ്റേണിൽ തന്നെയാണ് ഇത് വച്ചിരിക്കുന്നത്. ഇതോ വന്നിട്ടുണ്ട് ഈട്ടത്തേണ് പിശാചി. ഒന്ന് മുഖം കാട്ടി. ഓ തുടങ്ങി പഠിച്ച. ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. 6 കളറുണ്ട്. പിന്നെ നമ്മളെ പുന്നായ മോനായ സ്കെച്ച് ഞങ്ങൾക്ക് വേണം. കാരണം ഞങ്ങൾ 3ാം ക്ലാസ്സിൽ തന്നെ സ്കെച്ച് ആവശ്യം വന്നു. അപ്പോൾ 4ാം ക്ലാസ് എന്തായാലും വേണ്ടി. കുറേ കളേഴ്സ് ഉണ്ട്, അത്യാവശ്യം വേണ്ട കളേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഡോംസിൻ്റെ അപ്പം നല്ല ക്വാളിറ്റി ഉണ്ട്, അതെനിക്കിഷ്ടമാണ്. നല്ല ക്വാളിറ്റിയാണ്. പിന്നെ നമ്മളെ റബ്ബർ റബ്ബർ അടിപൊളി റബ്ബറാണ്. പിന്നെ ഇതിന് കവറും ഉണ്ട്. ഞങ്ങൾ പിള്ളേർ റബ്ബറൊക്കെ തീപ്പം ഇതിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഐസൊക്കെ കാട്ടാറുണ്ട്. ഐസൊക്കെ ആക്കാറുണ്ട് ഞങ്ങൾ പിള്ളേരുടെ കൂട്ടക്കേടാ. പിന്നെ ഇത് നല്ല റബ്ബറാണ്. ഇതേ പിന്നെ നല്ല അടിപൊളി കട്ടതാ. ഞാൻ നേരത്തെ കാട്ടില്ലേ? ആ ഇതിൻ്റെ കാട്ടിയില്ലല്ലോ. ഇത് പോസ്റ്റായാണല്ലോ ഇരിക്കണേ. ഇതുകൊണ്ടാ ഇങ്ങനെ പോസ്റ്റായി ഇരിക്കണേ. ഞാൻ ഡിസ്ട്രിക്ട് ലെവലിൽ മത്സരിച്ചിട്ട് 5 പെൻസിലുണ്ട്. ഇതിനകത്ത് 5 പെൻസിലുണ്ട്. ഇതിൻ്റെ കുട ഉണ്ടാക്കാൻ പോയി കിട്ടുമോ? ഫുൾ കിട്ടിയല്ലോ. ഇത് നല്ല ക്വാളിറ്റികളാണ്. നല്ല ബ്ലാക്ക് കളർ, നല്ല ബ്ലാക്ക് കളർ. അതാണ് ഇതിൻ്റെ സമിതിയാണ് 2 ബോണസ് പോയിന്റ്. അതേ പഞ്ചായത്ത് സമിതിയാണ് 2 ബോണസ് പോയിന്റ്. ഇനി അതേ പഞ്ചായത്തിന് താലൂക്കിൽ നമുക്കില്ല, അടുത്ത മറ്റേതെങ്കിലും പഞ്ചായത്തിൽ ഇല്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ അതായത് നമ്മുടെ പഞ്ചായത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളില്ല, അവർക്ക് അടുത്തുള്ള പഞ്ചായത്തിലെ സമിതി അന്നേരം നല്ല സാധനങ്ങളാണ്. എല്ലാം നല്ല കാരണം ഞാൻ ഇതൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇത്ര ഞാൻ വാങ്ങിയിട്ടില്ല സത്യം പറയാലോ. ഇതിൻ്റെ 10 മീൻ അവിടെ ഉണ്ട്. നെയ്മീൻ്റെ കുഞ്ഞു പീസിന് കിട്ടിയിട്ടുണ്ട്. കുഞ്ഞു വള മിക്ക കുറച്ച് നേരം കഴിയുമ്പോൾ അത് വളർത്തു പോയി കാണാം. ഇനി ഇതൊക്കെ കയറ്റിയിടുന്നതാണ് വലിയ ടാസ്ക്. ലോകത്ത് ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ ഇതൊക്കെ കയറ്റി അത് പഴയ കയറ്റാൻ പാടില്ല.
വേണമെന്ന് വിചാരിച്ച സാധനം ബോണസ് പോയിന്റിന്റെ ഇത് കൃത്യനിർവഹണത്തിനിടയിൽ മരണമടഞ്ഞ ജവാന്മാരുടെ മക്കൾക്ക് ആദ്യം ചോദിച്ചിരിക്കല്ലേ ജവാന്മാരുടെ മക്കൾക്ക് 5 ബോണസ് പോയിന്റ്. ജവാന്മാരുടെയും എക്സ് സർവീസിലുള്ള ആർമി, നേവി, എയർഫോഴ്സ് മുതലായവ മാത്രം മക്കൾക്ക് നിയമപരമായി അവർ ദത്തെടുത്ത മക്കൾക്ക് 3 ബോണസ് പോയിന്റ്. SSLC 75% കുറയാതെ ഹാജർ ഉണ്ടെന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. SSLC 75% കുറയാതെ ഹാജർ നിലയിൽ ഹാജർ 70% മേലെ വേണമെന്ന് 75%. സ്റ്റോപ്പ് എടി നിന്ന്. അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. ബൈ ബൈ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അങ്ങനെയുള്ള 2 ബോണസ് പോയിന്റ്. എ ഗ്രേഡ്